നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. തൃശൂർ നഗരം വീണ്ടും ഒരു മരണത്തിനു കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ, ജീവനെടുക്കുന്ന കാഴ്ചകളും അതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോഴും നിസ്സംഗ നിലപാട് തുടർന്നതിന്റെ പരിണിതഫലമാണ് ഒരു ജീവൻ കൂടി നിരത്തിൽ പൊലിയാൻ കാരണം. തൃശൂർ നഗരത്തിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികയായ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു. റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് മന്ത്രിയും. ലാലൂർ സ്വദേശി 34 വയസ്സുള്ള ആബേൽ ചാക്കോ പോളാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പുഴയ്ക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചാക്കോ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ഇടതുഭാഗത്തേക്ക് വീഴുകയും തലയിൽ കൂടി ബസ് കയറുകയുമായിരുന്നു. തെന്നി വീണ ശേഷം എതിർഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടറിൽ തട്ടുകയും ചെയ്തു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ ആബേൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് അപകടം. കുന്നംകുളത്തേക്ക് പോകുന്ന ആര്യ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. തുടർന്ന് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിച്ചു. ശേഷം അതിരൂക്ഷമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നതെന്നും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. ബിജെപി തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കാത്ത കോർപ്പറേഷന്റെ അനാസ്ഥയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞതിന് മേയറാണ് ഉത്തരവാദി. മേയർക്കെതിരെ കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർമാരായ എൻ പ്രസാദ്, ഡോക്ടർ വി ആതിര, എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് മേനോൻ, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളിനാഥ്, കൃഷ്ണമോഹൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് ബിജെപി പ്രവർത്തകരെയും നേതാക്കളെയും ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും പ്രവർത്തകർ പോലീസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ MG റോഡിലും സമാനമായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപകടങ്ങളെ തുടർന്ന് കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാണ്. റോഡിലെ കുഴികളിൽ ജീവൻ പൊലിയുന്നത് പലപ്പോഴും ഇരുചക്ര വാഹന യാത്രികരുടേതാണ്. കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിക്കുകയും തുടർന്ന് അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. മുമ്പും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. പ്രതിഷേധങ്ങൾ നടത്തുക എന്നതല്ല, നടത്തിയതുകൊണ്ട് എന്ത് കാര്യം? ഇനിയും ഇങ്ങനെ നിരത്തുകളിൽ ജീവൻ പൊലിയാൻ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടുകൊണ്ട് ഇടവരുത്തരുത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വൻ ചീട്ടുകളി സംഘം പിടിയിൽ. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയായിരുന്നു ചീട്ടുകളി. പണം വെച്ച് ചീട്ട് കളിക്കുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചനയും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളിക്കാനെത്തിയ വലിയ സംഘം പിടിയിലായത്. ഇവരിൽ നിന്ന് ലക്ഷങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും 17,70,000 രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ചൂണ്ടൽ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ് ഇവിടെ ചീട്ടുകളി നടത്തിയിരുന്നത്. ഡാൻസ് ഓഫ് സംഘം കുറച്ചു ദിവസമായി ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വീട് വളഞ്ഞ് ചീട്ട് കളിക്കുന്നതിനായി എത്തിയ 16 സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. 19 മൊബൈൽ ഫോണും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും കുന്നംകുളം പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. സംഘാംഗങ്ങളുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ അനീഷ്, രവി, അഖിൽ കൃഷ്ണ, സുഗതൻ, സുനിൽ, കണ്ണൻ, കബീർ, പ്രവീൺ എന്നിവരും ചീട്ടുകളിക്കാരെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒന്നും രണ്ടുമല്ല, 17 ലക്ഷത്തിലധികം രൂപയാണ് ചീട്ടുകളി സംഘത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. സമീപകാലത്ത് പോലീസ് പിടികൂടിയ ഏറ്റവും വലിയ തുക.
പണം വെച്ച് ചീട്ടുകളി നടത്തുന്നത് കുറ്റമാണെന്നിരിക്കെ പോലീസിനെ മറച്ചു നടത്തിയ വൻ തട്ടിപ്പ് സംഘങ്ങളെയാണ് പോലീസ് കുടുക്കിയത്. മഴ തുടർച്ചയായി നിന്നാൽ പിന്നെ റോഡുകൾ തോടാണ്. റോഡ് ഏതാണോ കുഴി ഏതാ എന്ന് പരതേണ്ടി വരും. പ്രധാന റോഡുകളിലെല്ലാം ഇതാണ് അവസ്ഥയെങ്കിൽ യാത്രികരുടെ സ്ഥിതി എന്താകും? സ്വതവേ ഗതാഗത തിരക്കും ബ്ലോക്കും കാരണം എത്തേണ്ടിടത്ത് കൃത്യസമയത്ത് എത്തണമെങ്കിൽ സിനിമാ ഡയലോഗ് പോലെ അരമണിക്കൂർ നേരത്തെ ഇറങ്ങാമായിരുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. എന്തായാലും പൊതുജനം വെട്ടിലായെന്ന് ചുരുക്കം. കുണ്ടും കുഴികളും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന പ്രധാന റോഡുകളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ കാണിയാമ്പാൽ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മുൻപ് ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയ ഭാഗങ്ങളിലാണ് ടാർ ഇളകി മാറി വീണ്ടും കുഴികൾ ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾക്കായി എടുത്ത കുഴികൾ കൃത്യമായി നികത്താത്തതാണ് വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമായത്. വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവൃത്തികൾക്കായും റോഡിൽ കുഴികൾ എടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇവിടെ അപകടം പതിയിരിപ്പുണ്ട്. പെട്ടെന്ന് കുഴി ശ്രദ്ധയിൽപ്പെടുമ്പോൾ വെട്ടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കും. സ്വകാര്യ ആശുപത്രി, സ്കൂളുകൾ, മെഡിക്കൽ ക്ലിനിക്കുകൾ, BSNLന്റെ പ്രധാന കാര്യാലയം, വിവിധ ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയായതിനാൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. വൺ വേ റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോഴും ഗുരുവായൂരിലേക്ക് ചെറുവാഹനങ്ങൾ എളുപ്പമെത്താനും ഈ വഴിയാണ് വിനിയോഗിക്കാറുള്ളത്. വടക്കാഞ്ചേരി റോഡിൽ നിന്നും മലങ്കര ആശുപത്രിയിലേക്കും സീനിയർ ഗ്രൗണ്ടിലേക്കും പ്രവേശിക്കാവുന്ന റോഡുകൾക്കുൾപ്പെടെ പല റോഡുകളിലും ഇതേ അവസ്ഥയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിന്റെ അത്യന്തം അപകടാവസ്ഥ വ്യക്തമാക്കി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഇനിയും കുഴികൾ ഉണ്ടാക്കാത്ത രീതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ അധികൃതർക്ക് ഇത് ന്യായമായി തോന്നുന്നില്ലേ എന്നതാണ് ചോദ്യം. എല്ലാ റോഡുകളും ഒരേ സമയം പൊളിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ജനങ്ങളെ കുറച്ചൊന്നുമല്ല പെരുവഴിയിലാക്കുന്നത്. അതിനിടയിൽ തകർന്ന റോഡുകളും കൂടിയാകുമ്പോൾ ബേഷ്. ഈ ദുരിതം ആരു കാണും, എന്ന് തീരുമെന്ന് വെള്ളത്തിൽ വരച്ച വര പോലെ അവശേഷിക്കുമെന്ന ചുരുക്കം. തൃശ്ശിവപ്പേരൂരിലെ വടക്കുംനാഥ ക്ഷേത്രം പേരും പ്രശസ്തിയും കൊണ്ട് എന്നും തൃശൂർക്കാരെ ആകർഷിക്കുന്ന സന്നിധിയാണ്. തൃശൂർ പൂരം കഴിഞ്ഞാൽ അതേ ആവേശത്തോടെ തന്നെയാണ് വടക്കുംനാഥനിലെ ആനയൂട്ടിനും ആളുകളെത്തുക. ഇത്തവണയും ജനസാഗരം വടക്കുംനാഥ സന്നിധിയിൽ ആനയൂട്ടിനായി എത്തി. എല്ലാ വർഷവും കർക്കിടകം 1-നാണ് ആനയൂട്ട് നടക്കുക. കർക്കിടക മാസമായാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആനയൂട്ട് നടത്താറുണ്ടെങ്കിലും ഇത്രയധികം ആനകൾ പങ്കെടുക്കുന്നു എന്നതുകൊണ്ടാണ് വടക്കുംനാഥനിലെ ആനയൂട്ട് പ്രശസ്തി ആർജിച്ചത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 12,008 നാളികേരം, 2,500 കിലോ ശർക്കര, 200 കിലോ നെയ്യ്, 1000 കിലോ അവിൽ, 100 കിലോ മലർ, തേൻ, ഗണപതി നാരങ്ങ എന്നിവ ഉപയോഗിച്ചായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കിയത്. ഇതിനുശേഷമായിരുന്നു ആനയൂട്ട്. ആനയൂട്ടിൽ പങ്കെടുക്കാൻ പേരുകേട്ട കൊമ്പന്മാരും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുൾപ്പെടെയുള്ള ഗജകേസരികളും പ്രൗഢിയോടെ തന്നെ വടക്കുംനാഥന്റെ തിരുമുറ്റത്തേക്ക് വരിവരിയായി അച്ചടക്കത്തോടെ പ്രവേശിച്ചു. ആനച്ചന്തം എന്താണെന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞറിയിച്ചായിരുന്നു കരിവീരന്മാരുടെ രംഗപ്രവേശം. ആളും ആരവവുമായി ആരാധകപ്പട മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തിന്റെ തലയെടുപ്പോടെ തന്നെയാണ് ആനക്കുട്ടന്മാരുടെ വരവ്. ഇത്തവണ ആനയൂട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. 4 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ നടക്കുന്ന ഗജപൂജയും ആനയൂട്ടിന്റെ ആകർഷണീയതയായി മാറി. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനുള്ളിൽ ആനകളെ ആചാരപരമായി നിരത്തി നിർത്തിയായിരുന്നു ഗജപൂജ. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനും ആനകളുടെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. ഗജകേസരികൾ നിരനിരയായി നിന്ന് പൂജയും ആരാധനയും ഏറ്റുവാങ്ങി. ശേഷം ആനയൂട്ട്. തെക്കേ ഗോപുരനടയ്ക്ക് സമീപമായിരുന്നു ആനയൂട്ട്. 63 ആനകളാണ് ആനയൂട്ടിൽ പങ്കാളികളായത്. അതിൽ പെണ്ണാനകളുടെ വലിയ സാന്നിധ്യവും ശ്രദ്ധേയമായി. ആദ്യമായാണ് ആനയൂട്ടിൽ ഇത്രയധികം പെണ്ണാനകൾ പങ്കെടുക്കുന്നത്. ആദരസൂചകമായി പുതുവസ്ത്രം നൽകി പെണ്ണാനകളെ ആദരിക്കുകയും ചെയ്തു. ശേഷം ക്ഷേത്രം തന്ത്രി സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ ചേർന്ന ചോറുരുളയാണ് ആദ്യം നൽകിയത്. പിന്നീട് പൈനാപ്പിൾ, കക്കിരിക്ക, വെള്ളരി, കരിമ്പ്, തണ്ണിമത്തൻ, പേരയ്ക്ക തുടങ്ങി പഴങ്ങളും ഗജവീരന്മാർ ഭക്തരിൽ നിന്ന് ആസ്വദിച്ചു കഴിച്ചു. മഴയെ വകവയ്ക്കാതെ നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ നിന്ന് ആനയൂട്ട് കാണാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. പ്രത്യേകം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിച്ചായിരുന്നു ആനയൂട്ട്. സുരക്ഷിതമായി ആനയൂട്ട് നടത്താൻ അധികാരികളുടെ മേൽനോട്ടവും കുറ്റമറ്റതായിരുന്നു. ആനയൂട്ട് കാണാനെത്തിയ ആളുകൾക്ക് സുഗമമായി പങ്കെടുക്കാൻ സൗകര്യവും ഒരുക്കിയിരുന്നു.
തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആനയൂട്ട് വലിയൊരു ആഘോഷം തന്നെയാണ്. ആനപ്രേമികൾ കൂടിയായതോടെ യഥാർത്ഥത്തിൽ ആനയൂട്ട് ഉത്സവ പ്രതീതിയായി. ഇനി കാത്തിരിപ്പാണ് അടുത്ത വർഷം ഇതേ ദിവസത്തിനായി. ഒരു കുടുംബത്തിന് താമസിക്കാൻ വീടുണ്ടായാലും പട്ടയം ഇല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ പട്ടയമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുക എന്ന നയം നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമ്പോൾ അർഹരായിട്ടും അധികൃതരുടെ പിടിപ്പുകേടുകൊണ്ട് പട്ടയം ലഭ്യമാകാത്ത ചില കുടുംബങ്ങളുണ്ട്. അവർക്ക് പലതും പറയാനുണ്ട്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 33 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 27 വർഷങ്ങളായി ഈ കുടുംബങ്ങൾ. 1998 LDF കുന്നംകുളം നഗരസഭ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്തു നിന്നും നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പുനരധിവാസത്തിനായി നഗരസഭാ കൌൺസിൽ തീരുമാനപ്രകാരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഇതിൽ 33 വീടുകളിൽ നിന്നും കോട്ടപ്പുറത്തെ 16 വീടുകൾ മാത്രമാണ് 2 വർഷം മുമ്പ് പട്ടയം നൽകിയത്. കാണിയാമ്പാൽ, നെഹ്റു നഗർ, പനങ്ങായി കയറ്റം, കിഴൂർ, തെക്കേ അങ്ങാടി എന്നീ പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. നഗരസഭാ പരിധിയിലെ ഭൂമിയായതിനാൽ റവന്യൂ വിഭാഗത്തിലേക്ക് രേഖകൾ മാറ്റിയാൽ മാത്രമേ പട്ടയം ലഭിക്കുകയുള്ളൂ. ഇതിനായി നഗരസഭയിൽ നിന്നും തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉദ്യോഗസ്ഥർ രേഖകൾ അയച്ചിരുന്നു. എന്നാൽ അയച്ച രേഖകളിൽ റോഡ് പുറമ്പോക്ക് എന്നതിന് പകരം തോട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ അയച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ കുന്നംകുളം നഗരസഭാ അധികൃതർ തെറ്റ് തിരുത്തി ഇത് റോഡ് പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തി 7 മാസം മുമ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വീണ്ടും രേഖകൾ അയച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയതിനാൽ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചതാണ് പട്ടയമേളയിൽ ലഭിക്കേണ്ട പട്ടയം തങ്ങൾക്ക് നഷ്ടമാകാൻ കാരണമായതെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ വീടാകെ ചോർന്നൊലിക്കുകയാണ്. ഞാൻ പാത്രങ്ങളൊക്കെ വെച്ചുകൊടുക്കകത്ത് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടേ കുറ്റപ്പണിക്കും കാശ് എനിക്കുണ്ട്. വീട് നമ്പറൊന്നുമില്ല. വീട് നമ്പർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൗൺസിൽ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാം. പക്ഷേ എനിക്ക് ഇതുവരെ അന്വേഷിച്ചൊരു വിവരം വന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ 9 വീട്ടുകാരുടെ താമസത്തിൽ തയ്ച്ചിട്ടില്ല. എനിക്ക് മക്കളുണ്ട്, പക്ഷെ ആരും ഇപ്പം എന്നെ നോക്കണില്ല. ഞാൻ ഒറ്റയ്ക്കായി വീട്ടിൽ. കുന്നംകുളം നിയോജകമണ്ഡലം പട്ടയമേളയിൽ തങ്ങൾക്ക് പട്ടയം ലഭിക്കുമെന്നായിരുന്നു 9 കുടുംബങ്ങളും സ്വപ്നം കണ്ടിരുന്നത്. MLAയോ ഭരണകർത്താക്കളോ വിചാരിച്ചാൽ 7 മാസം മുമ്പ് തെറ്റുതിരുത്തി തിരിച്ചയച്ച രേഖകൾ ശരിയാക്കി ഈ പട്ടയമേളയിൽ തങ്ങൾക്ക് പട്ടയം തരാമായിരുന്നുവെന്നും തങ്ങളെ വഴിയാധാരമാക്കിയത് സർക്കാരാണെന്നും കുടുംബങ്ങൾ കുറ്റപ്പെടുത്തി. നഗരസഭാ അധികൃതരുടെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലമാണ് തങ്ങൾക്ക് പട്ടയം ലഭിക്കാതിരുന്നതെന്നും സ്ഥലം MLAയെ നേരിൽ കണ്ട് പരാതി ബോധിച്ചപ്പോൾ പോലും അവഗണനയാണ് ഉണ്ടായതെന്നും കുടുംബങ്ങൾ പറയുന്നു. ഓരോ വീടും കാലപ്പഴക്കമുള്ളതും അപകടാവസ്ഥയിലുമായ നിലയിലാണ്. വീടിന് പട്ടയമോ നികുതിയോ ഇല്ലാത്തതിനാൽ നഗരസഭയിൽ നിന്നോ മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നോ വായ്പകൾ പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നും പട്ടയം അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ വിചാരിച്ചാൽ 7 മാസം മുമ്പ് തിരുത്തി കൊടുത്ത ലെറ്റർ അത് തിരുവനന്തപുരത്ത് അത് ശരിയാക്കി ഞങ്ങൾക്ക് ഈ പട്ടയമേളയിൽ അത് ഞങ്ങൾക്ക് ആ പട്ടയം തരാമായിരുന്നു. LDF ആണ് ഞങ്ങളെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വഴിയാധാരമാക്കിയത് അവർ തന്നെയല്ലേ. അവർക്ക് 25 വർഷം പാർട്ടി ഭരിച്ചിട്ടും ഈ കുന്നംകുളം നഗരസഭ പാർട്ടി ഭരിച്ചിട്ടും ഞങ്ങൾക്ക് ഇതിനെതിരായിട്ട് ഞങ്ങൾ പട്ടയം നൽകാനായിട്ട് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അതിന് തടസ്സമായിട്ടുള്ള രേഖകൾ അത് തിരുവനന്തപുരത്ത് അതിന് ബന്ധപ്പെട്ട അധികാരികൾ കടന്നു ചെന്ന് അത് എന്തെങ്കിലും തടസ്സങ്ങളില്ലെങ്കിൽ ആ തടസ്സം തീർക്കാനല്ലേ ഭരണാധികാരികളും ജനപ്രതിനിധികളും അവർ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുള്ള വിശ്വാസത്തോടെ ഇന്നും പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുക. അധികാരികളുടെ ശ്രദ്ധക്കുറവാണെങ്കിൽ അത് തിരുത്തി കൃത്യസമയത്ത് അർഹർക്ക് കിട്ടാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ളവർ നിസ്സംഗത കാണിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയായാൽ സാധാരണക്കാർ എന്തു ചെയ്യും? ഇനി എന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടത്. ഈ കുടുംബങ്ങളുടെ കാര്യത്തിൽ എത്രയും വേഗം നടപടികൾ ഉണ്ടാക്കേണ്ടത് അധികാരികളുടെ ചുമതല കൂടിയാണ്. മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി മക്കൾക്കുണ്ട്. പക്ഷേ ചിലരെങ്കിലും അത് മറന്നു പോകുന്നവരാണ്. ഒടുവിൽ അനാഥത്വത്തിന്റെ വേദനയിൽ ആരാരുമില്ലാതെ വേദനകളിലും പരസഹായമില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള കാഴ്ചകൾ മനസ്സ് വിങ്ങിയെ കാണാനാകും. 6 മക്കളുണ്ടായിട്ടും
അനാഥനായ ആ പാവം മനുഷ്യന്റെ കാഴ്ചകളിലേക്ക്. 6 മക്കളുണ്ടായിട്ടും അനാഥൻ, തുടയെല്ല് തകർന്ന 80-കാരൻ പരിചരിക്കാനാളില്ലാതെ വേദന തിന്ന് ബുദ്ധിമുട്ടുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ കരിയമ്പറമ്പ് 4 സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയാണ് വീഴ്ചയിൽ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ 80-കാരൻ. 3 ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടിമാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത്. തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു. അവിടെ നടന്ന പരിശോധനയിലാണ് തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി. നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏതു നിമിഷവും തകർന്നു വീഴാറായ മേൽക്കൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഇയാൾ. 3 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കയുടെ ദുർവിധി. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്. ഓരോ മണിക്കൂറുകൾ വൈകുമ്പോഴും പൊട്ടിയ തുടയെല്ലിനായുള്ള ചികിത്സാ സാധ്യതകളും കുറഞ്ഞു വരികയാണ്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ എന്നിവർ വീട്ടിലെത്തി കുഞ്ഞിക്കോയയെ സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത്. പഞ്ചായത്ത് നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മക്കളുണ്ടായിട്ടും അനാഥ ജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി. സ്വന്തം ചോരയ്ക്ക് മനസ്സിലാവാത്ത വേദന കാരുണ്യമുള്ളവർക്കെങ്കിലും മനസ്സിലാകും എന്ന പ്രതീക്ഷയിലാണ് ഈ 80-കാരൻ. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് വേദനകൾ കടിച്ചമർത്തി കലങ്ങിയ കണ്ണുകളുമായി അയാൾ കാത്തിരിക്കുകയാണ്. മക്കൾ ഈ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കരുത്. ജന്മം തന്നവരെ ഉപേക്ഷിക്കുകയല്ല, കൂടെ നിർത്തുകയാണ് വേണ്ടത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.